വെൽക്കം ടു അമ്മാസ് ആൻഡ് കുട്ടീസ് ഡയറീസ്. അപ്പൊ ഇതാണ് അമ്മ, ഇതാണ് രണ്ട് കുട്ടികൾ. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. സൂക്ഷിച്ചു നോക്കാൻ നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരു കുട്ടീനെ കാണും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ ഫസ്റ്റ് വീഡിയോന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഒരു മധുര പലഹാരമാണ് കൂട്ടുകാരെ. അപ്പൊ ആ മധുര പലഹാരം എന്താ വെച്ചാല് നമ്മൾ ബീട്രൂട്ടോടെ ഇന്നൊരു ഹൽവ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ? അപ്പോൾ ബീട്രൂട്ട് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താ? ബീട്രൂട്ട്, ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട്, പിന്നെ നെയ്യ്, പാല്, പഞ്ചസാര, പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ അവിടെ ഇവിടെയും കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് 4 ബദാം എടുത്തിട്ടുണ്ട്. അതിലും കൂടുതൽ ഞാൻ എടുക്കില്ല, കാരണം ഞാൻ അമ്പ പിശിക്കുകയാണ്. ഏലക്കായും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്താ വെച്ചാൽ നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ നെയ്യൊന്നും ഒട്ടും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ആ പാത്രം വടിച്ചു ഒഴിച്ചിട്ടുണ്ട്. പിന്നെ എന്താ, അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമ്മുടെ പഞ്ചസാര ഇടുകയാണ്. പഞ്ചസാര നന്നായിട്ട് നമ്മുടെ ബീട്രൂട്ടിനായിട്ട് ഉരുക്കി ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാല് ചേർത്ത് കൊടുക്കാം. പാല് നമ്മൾ ബീട്രൂട്ട് വേവാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് നമ്മുടെ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതൊക്കെ ആ പാലിൽ മുങ്ങി കിടക്കാൻ പാകത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുറുക്കി കൊണ്ടുവരണം. ആ പാല് കണ്ടിട്ട് നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് വേവണം. അപ്പം അത് കുറച്ച് പണിയാണ്, ഇളക്കി ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഒരു ചുവപ്പ് മാറാൻ വേണ്ടിയിട്ട് നമ്മളതിൽ കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പിശുക്കി ഇട്ടെടുത്ത് വെച്ച 4 ബദാം, ആ 4 ബദാമും കൂടിയിട്ട് അതിൽ നമ്മളിങ്ങനെ ക്രഷ് ചെയ്തിട്ടിടുക. പിന്നെ ബാക്കി 2 കഷ്ണം ഞാൻ മാറ്റി വെച്ചു നമുക്ക് കഴിക്കാൻ നേരത്ത് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഹൽവ ഏതാണ്ടെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ബീട്രൂട്ട് കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബീട്രൂട്ട് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്ക് ബീട്രൂട്ട് അധികം ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മുടെ ബീട്രൂട്ട് ഹൽവ ഇവിടെ റെഡി. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മിനിറ്റ്, മധുരം നല്ലോണം ഉണ്ടോ നോട്ടെ? കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ അമ്മ മദശ്രീക്ക് കൊടുക്കാം. നല്ലതാണോ മമ്മി? നല്ലത്. എനിക്ക് വയ്യ. ചെറുതായ എവിടെ 4ാമത്തെ കുത്തി എത്തിച്ച് നോക്കുന്നുണ്ട്. ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു എന്തേ ഈശ്വരന്റെ കളിക്കുന്നത്. ഇത് മുഴുവൻ ഞാൻ തിന്നു. പിന്നെ ഞങ്ങൾ തിന്നു. ഷുഗർ അങ്ങനെ തലേ കയറി. അടിപൊളി ടേസ്റ്റ്. വയറ് വെക്കണൊക്കെ മുമ്പ് അടിപൊളി ടേസ്റ്റ്. അപ്പൊ ബീട്രൂട്ട് ഹൽവ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു. നല്ല അടിപൊളി സാധനമാണ്. പിന്നെന്താ, ഹാപ്പി ന്യൂ ഇയർ. അയ്യോ, ഇതിനെ ഞാൻ ജബർദസ്തി ഇരുത്തിയതല്ല കേട്ടോ. അത് ഞാൻ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നൊന്നുമല്ല, ഇതിന്റെ സ്വന്തം അമ്മയാണ്. അപ്പൊ ശരി കേട്ടോ, ബൈ ബൈ. ഈ വ്ളോഗിൽ പിന്നെ വല്ല കുറവും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, കാരണം ഞങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇതിനെ അഭിനയിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയാണ്.